ശ്രീ എൻ ശ്രീകുമാർ, കേരളത്തിന് ഈ പരാതി ഉള്ളത് നേരത്തെയും ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കേരളത്തിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ കേന്ദ്രമന്ത്രിമാരായിരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുക എന്നുള്ളത് വലിയ വാർത്തയും ചർച്ചയുമാണെന്നാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുവൈറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഇവിടെ മന്ത്രിയെ അങ്ങോട്ട് അയക്കുന്ന കാര്യത്തിൽ പോലും ഈ മുൻ കേന്ദ്രമന്ത്രിമാർ സ്വീകരിച്ച നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ കാര്യമുണ്ടല്ലോ, കെ കരുണാകരനിൽ നിന്ന് ഒരു പാലമിട്ട് ഇപ്പുറത്തേക്ക് അതിൻ്റെ മറുഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ ഒരാളെയും കാണാൻ സാധിക്കുന്നില്ല. കരുണാകരന് അപ്പുറം അതുപോലെ എന്തെങ്കിലും ചെയ്ത ഒരാളും ഇല്ല, കേരളത്തിന് വേണ്ടി ചെയ്തവരാരുമില്ല എന്ന് പറയുമ്പോൾ താങ്കൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കോൺഗ്രസ് സഹയാത്രികൻ മാത്രമല്ല, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ് താങ്കൾ. ഈ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഏത് രീതിയിൽ ആണ് സുരേഷ് ഗോപിയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് വേണം കാണാൻ. നോക്കൂ ഡോക്ടർ ലാല്, ശ്രീ സുരേഷ് ഗോപി കേന്ദ്രത്തിലെ NDA ഗവൺമെൻറ്റിൽ BJP പ്രതിനിധിയായ മന്ത്രിയാണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്ന് വിളിച്ചപ്പോൾ സത്യത്തിൽ അതൊരു വലിയ പ്രായശ്ചിത്തമായിട്ട് എനിക്ക് തോന്നിയത്. മൊത്തം BJPക്ക് വേണ്ടിയുള്ളൊരു പ്രായശ്ചിത്തം. കാരണം ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്ന് വിളിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു കക്ഷിയാണ് BJP. മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. മാത്രമല്ല, ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവ് എന്നാണ് കോൺഗ്രസ്സുകാർ അവർ മരിച്ച ശേഷം വിളിച്ചിരുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും. അത് രാഷ്ട്രമാതാവിന് പകരം ഇദ്ദേഹം ഭാരത മാതാവാക്കി മാറ്റി. നല്ല കാര്യമാണത്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് സുരേഷ് ഗോപിയിൽ നിന്ന് കിട്ടാൻ കോൺഗ്രസ്സിന് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു അത് മനസ്സിൽ തട്ടി പറഞ്ഞതാണെന്നുള്ളതിൻ്റെ കാരണം, ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തിരുവനന്തപുരത്ത് ആദ്യം പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയെ നിർമ്മിച്ചതെന്നാണ്, ഇന്ത്യയുടെ ആർക്കിടെക്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇന്ദിരാഗാന്ധി ഇന്ത്യയെ ഒരു ആർക്കിടെക്റ്റ്, ഒരു രൂപകൽപ്പന ചെയ്ത നേതാവെന്ന് പറയുക, രാഷ്ട്രമാതാവെന്ന് പറയുക, ഇതൊന്നും നിസ്സാര കാര്യമല്ല. ഇതൊക്കെ BJPയുടെ പ്രതിനിധിയായ കേന്ദ്രമന്ത്രി പറയുന്നതിൽ എന്തായാലും കോൺഗ്രസ്സുകാർക്ക് സന്തോഷിക്കാം. ഇന്ദിരാഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ആഹ്ലാദം പകരുന്ന ഒരു വിശേഷണമാണത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രമന്ത്രിയായിട്ട് കെ കരുണാകരൻ ചെയ്തതിന് ശേഷം O രാജഗോപാൽ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ കേന്ദ്രമന്ത്രിമാരുടെ ചരിത്രത്തെക്കുറിച്ച് വല്ലാതെ പഠിച്ച് കാണുകയില്ല. കാരണം കരുണാകരൻ കേന്ദ്രമന്ത്രിയായത് വ്യവസായ മന്ത്രിയായിട്ടാണ്. അതും ഖനവ്യവസായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ കുറച്ച് കാലം അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടുള്ളൂ. അദ്ദേഹം മുഖ്യമന്ത്രിയായ കരുണാകരനാണ് കേരളത്തിന് വേണ്ടി ചെയ്തത്. നെടുമ്പാശ്ശേരി മാത്രം മതി. BJP നേതാക്കൾ ഇന്ന് സ്വീകരണത്തിനൊക്കെ വേണ്ടി ഇറങ്ങുന്ന വിമാനത്താവളം ഉണ്ടല്ലോ നെടുമ്പാശ്ശേരി, അത് കെ കരുണാകരൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ CH മേനോനെ മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. പക്ഷേ മുഖ്യമന്ത്രിയായ ആളുകളെ കുറിച്ചല്ല, കേരള സംസ്ഥാനത്തെ ഭരണാധികാരികളെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രമന്ത്രിമാരെയാണ് താരതമ്യം ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ആണോ എന്ന് കൂടി അന്വേഷിക്കുകയാണല്ലോ നമ്മളിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, എന്തുകൊണ്ട്, ആരോടാണ് അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആർക്കാണ് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചെയ്യുന്നത്? വി മുരളീധരൻ ഉടനെ തന്നെ ഇത് കേട്ട ഉടനെ മറുപടി പറയുകയും ചെയ്തു, പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അത് കൃത്യമായോ കാര്യങ്ങൾ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ലാൽ ഉൾക്കൊണ്ടുകയാണെന്ന് വിചാരിക്കുന്നു. കേന്ദ്രമന്ത്രി ആയിട്ടല്ല കരുണാകരൻ കേരളത്തിന് വേണ്ടി അധികം ചെയ്തത്, മുഖ്യമന്ത്രിയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് മുഖ്യമന്ത്രിമാരെയും കൂടെ ഞാൻ താരതമ്യം ചെയ്തു. ഇനി കേന്ദ്രമന്ത്രി അദ്ദേഹം AK ആൻ്റണി, ഇവിടെ ശ്രീ സാബു പ്രസാദ് പറഞ്ഞു AK ആൻ്റണി 10 വർഷം പ്രതിരോധ മന്ത്രിയായിട്ട് എന്ത് ചെയ്തു എന്ന്. ഷാബു പ്രസാദിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി, നമ്മുടെയൊക്കെ പ്രധാനമന്ത്രി, 2014 അധികാരമേറ്റിട്ട് ആദ്യത്തെ ഔദ്യോഗിക പരിപാടി കാർവാറിൽ വിക്രമാദിത്യ എന്ന മുങ്ങിക്കപ്പലിൻ്റെ നീറ്റിലിറക്കുന്ന പരിപാടിയായിരുന്നു. വിക്രമാദിത്യ എന്ന പേരിട്ട ആളുടെ പേര് AK ആൻ്റണി എന്നാണ്. അതോടെ നിൽക്കട്ടെ, അത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ കേരളത്തിലെ ബ്രഹ്മോസ് ആര് കൊണ്ടുവന്ന? പഴയ KHL ബ്രഹ്മോസായിട്ട് ആരാ കൊണ്ടുവന്നേ? AK ആൻ്റണിയാണ്. ഏഴിമല നാവിക അക്കാഡമിക്ക് തറക്കല്ലിട്ടത് ആരാണ്?
രാജീവ് ഗാന്ധി. ഉദ്ഘാടനം ചെയ്ത ആരാണ്? മൻമോഹൻ സിംഗ്. ആരുടെ കാലത്താണ് ഫണ്ടൊക്കെ അനുവദിച്ചത്? AK ആൻ്റണി. പോരെ? കളമശ്ശേരി ബെൽ ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് കല്യാശ്ശേരിയിലെ എയറോനോട്ടിക് ഓർമ്മയുണ്ടോ? എത്ര പദ്ധതികൾ വേണം? അത് ഒരിക്കലേ ഇളമരം കരീം ബേപ്പൂരിലെ ഒരു പദ്ധതിക്കാൻ തോന്നിക്കുന്നത് നിർദ്ദേശമുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. ആ പദ്ധതിയുടെ ഫണ്ട് അനുവദിച്ച് AK ആൻ്റണിയാണ്. അത് ബേപ്പൂരിലൊരു പരിപാടിക്ക് ഇളമരം കരീം വ്യവസായ മന്ത്രിയാണ് കേരളത്തിൻ്റെ. AK ആൻ്റണിയെ പുകഴ്ത്തിയെന്ന് അദ്ദേഹം. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായ 10 വർഷമാണ്. പിന്നെ വേണ്ട കേന്ദ്രമന്ത്രി KV തോമസ് മാഷ് ഭക്ഷ്യ സുരക്ഷാ സംവിധാനം UPA ഗവൺമെൻറ് കൊണ്ടുവന്ന അദ്ദേഹമല്ലേ? അതെന്താ നമുക്ക് മറക്കാൻ പറ്റുമോ? ശ്രീ N. ശ്രീകുമാർ ഒരുപക്ഷെ കരുണാകരനേക്കാൾ ആന്റണിയും KV തോമസ് മാഷും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് താങ്കളെ കൊണ്ട് പറയിക്കുക എന്നുള്ളത് ശ്രീ സുരേഷ് ഗോപി ഉദ്ദേശിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. അത് താങ്കൾ തന്നെ ആലോചിക്കുക. പക്ഷേ അവിടെ കോൺഗ്രസ്സുകാരായ കേന്ദ്രമന്ത്രിമാരെ ഒരുപക്ഷെ സുരേഷ് ഗോപി രാഷ്ട്രീയമായി അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ അതേസമയം അദ്ദേഹം തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിൽ BJPയുടെ തന്നെ കേന്ദ്രമന്ത്രിമാരും ഉണ്ട് എന്ന് വരുന്നതും ഒരു കേന്ദ്രമന്ത്രി ഉടനെ തന്നെ അതിനെ എതിർത്തുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തത് ജനങ്ങൾക്കറിയാമെന്ന് പറഞ്ഞതും താങ്കളുടെ മുമ്പിലേക്ക് വരുന്നില്ലേ? അതാണ് ശരിക്കും ചർച്ച ചെയ്യേണ്ടത്. അല്ല, ഞാൻ അതിലേക്ക് കൊണ്ടുവരികയാണ്. കേന്ദ്രമന്ത്രിമാരുടെ ചരിത്രം പഠിക്കണ്ടേ ആദ്യം? കേന്ദ്രമന്ത്രിമാർ എന്തൊക്കെ കൊണ്ടുവന്നെന്ന് ചരിത്രം പഠിക്കണം. അപ്പം എല്ലാ സഹമന്ത്രിമാർക്കും എല്ലാം കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം സുരേഷ് ഗോപി പെട്രോളിയം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി എടുക്കുന്ന തീരുമാനം ഇവിടെ നടപ്പാക്കാനല്ലേ പറ്റുള്ളൂ. ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ ചെയ്തികളൊന്നും ഒരു സഹമന്ത്രിക്ക് പറ്റില്ല. സഹമന്ത്രിയുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഈ കേന്ദ്രമന്ത്രിമാരൊക്കെ ചെയ്ത കാര്യത്തെ വിസ്മരിച്ചുകൊണ്ട് രാജഗോപാൽ കഴിഞ്ഞ ശേഷം ആരുമില്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊണ്ട് അത് കൊണ്ടു മനസ്സിൽ തറച്ചു മുരളീധരനെ. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, V. മുരളീധരൻ. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്തത് എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ലാല് ചോദിച്ചില്ല അദ്ദേഹം എന്താ ചെയ്തതെന്നുള്ളത്. ആ മന്ത്രിക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും അദ്ദേഹം ചെയ്തത്. പക്ഷേ ആ മന്ത്രിക്കുള്ള വിശ്വാസം BJPക്കില്ല. അവിടെയാണ് കാര്യം. BJPക്കുണ്ടെങ്കിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഇന്നോ നാളെ അഭിപ്രായം പറയണം. അതായത് മുരളീധരൻ ചെയ്തു, അൽഫോൺസ് കണ്ണന്താനം ചെയ്തു, രാജഗോപാൽ ചെയ്തതുപോലെ എന്ന് പറയണം. അത് K. സുരേന്ദ്രനാണ് പറയേണ്ടത്, നമ്മളല്ല പറയണ്ടേ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മുരളീധരൻ എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ഇന്നലെ സുരേഷ് ഗോപി എനിക്കൊപ്പം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പം ഇന്നലെ മുരളീധരൻ ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞേ. മുരളീധരൻ്റെ ഒപ്പം ഇന്നലെ കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം മുരളീധരൻ അവിടെ ഒരു കൊത്തി അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അദ്ദേഹം ഒരു പരിപൂർണ്ണ രാഷ്ട്രീയക്കാരനല്ലെന്നൊക്കെ ഉള്ള ധാരണയുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം എനിക്ക് പ്രകാശൻ മാഷോട് പറയാനുള്ളത്, തൃശ്ശൂരിൽ BJP ജയിച്ചു എന്ന് എന്തിനാണ് മാഷ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയൂ. സുരേഷ് ഗോപിയാണ് ജയിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി ഞാൻ തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും എന്നെ ജയിപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത്. അവിടെ നിങ്ങൾ BJPക്ക് വോട്ട് കൂടി BJPയാണ് ജയിച്ചതെന്ന് എന്തിനേ പറഞ്ഞ് ഇത് മാറ്റുന്നത്? അവിടെ പ്രകാശൻ മാഷ പാർട്ടി ശ്രദ്ധിക്കേണ്ടത് സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന് എല്ലാ വിഭാഗവും വോട്ട് ചെയ്തു, താമര ചിഹ്നത്തിൽ മത്സരിച്ചു എന്നുള്ളത്. സുരേഷ് ഗോപി പറഞ്ഞതിനെ BJP പറഞ്ഞതായി അപ്പോൾ കാണുന്നില്ലേ? സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ BJP പറഞ്ഞ അഭിപ്രായമായിട്ട് BJPയുടെ അഭിപ്രായമായിട്ട് ശ്രീ N. ശ്രീകുമാർ കാണുന്നില്ലേ? അല്ല, BJPയുടെ അഭിപ്രായം അല്ലല്ലോ. സുരേഷ് ഗോപി പറഞ്ഞ മുരളീധരനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പം BJP അഭിപ്രായം പറയണം. സുരേഷ് ഗോപി പറഞ്ഞാൽ ശരിയാണെന്ന് BJP പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന BJPക്കാരനെ അംഗീകരിക്കാം. അതല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ന രീതിയിൽ ഇവിടെ ഷാബു പ്രസാദും അതിനെ വർണ്ണിച്ചു കണ്ടു. അപ്പം നാളെ BJP ആണ് പറയേണ്ടത്. K. സുരേന്ദ്രൻ പറയണം മുരളീധരൻ മികച്ച മന്ത്രിയായിരുന്നു,